നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. കാരണം നമുക്ക് പ്രത്യേകിച്ച് സമയമില്ലാത്ത ഒരു ഘട്ടത്തിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫീച്ചേഴ്സുകളൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കണ്ടെത്താനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഷോർട്ട് കട്ട് ടിപ്സുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു ക്ലിക്കിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആ ഒരു ഷോർട്ട് കട്ട് ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ ടെക്നോളജിപരമായ അറിവുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് പരമായ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. പെർമിഷൻസ് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഒരു പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് മോഡിഫൈ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് കിട്ടുന്നത് ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കും. ഫ്ലാഷ് ലൈറ്റ്, എയറോപ്ലെയിൻ മോഡ്, അതുപോലെ തന്നെ ബാറ്ററി സേവർ, ബ്ലൂടൂത്ത് തുടങ്ങിയിട്ടുള്ള വാട്സപ്പ്, പ്ലേ സ്റ്റോർ തുടങ്ങിയിട്ടുള്ള എല്ലാം ഇതിനകത്തുണ്ട്. ഇനി കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ളതും ആഡ് കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോൺടാക്റ്റുകളൊക്കെ ഷോർട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആഡ് കോൺടാക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും വേഗതയിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ കാണാൻ സാധിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സുകളും കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ലിങ്ക് ടു വെബ് പേജ് എന്നുള്ള ഓപ്ഷൻ, നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് കയറുന്ന ആളുകളാണെങ്കിൽ ആ വെബ്സൈറ്റ് ലിങ്കൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടണമെങ്കിൽ ആഡ് ലിങ്ക് ടു വെബ്സൈറ്റ് എന്നുള്ള ആ ഒരു വെബ് പേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എന്തിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് പേര് കൊടുത്ത് താഴെ കാണുന്ന ഭാഗത്ത് ലിങ്ക് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താഴെ കാണുന്ന ഭാഗത്തും കളർഫുൾ ലുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളറിലാണോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീം സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് ചെയ്യാനില്ല എന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ താഴെ കാണുന്ന ഭാഗത്ത്, അതായത് നമ്മുടെ ഈ നാവിഗേഷൻ ബാർ, താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ നാവിഗേഷൻ ബാറിൽ നിന്ന് മുകളിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കാണാൻ സാധിക്കും. മുകളിലോട്ടൊന്ന് അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻസും ഈ സെറ്റിങ്സുകളും ഒക്കെ ഇതിനകത്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ പേജുകളുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ലിങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും പുതിയ ആപ്ലിക്കേഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട കോൺടാക്റ്റുകൾ പെട്ടെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് കിട്ടണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമ്മളിത് സ്ക്രീനിൽ എവിടെയെങ്കിലും ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടണമെങ്കിൽ ഒന്ന് നമ്മുടെ ആ ഒരു നാവിഗേഷൻ ബാറിൽ നിന്ന് മുകളിലോട്ടൊന്ന് കൊടുത്താൽ മതി, ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. മൊബൈൽ ഫോണിൻ്റെ ഈ നാവിഗേഷൻ ബാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് വലിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ പോകണം. നിങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മോഡിഫൈ ഐറ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൂടുതൽ കോൺടാക്റ്റുകളും ആപ്ലിക്കേഷൻസുകളും വെബ് പേജുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നമ്മൾ പുൾ മീ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ PULL മീ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണാൻ സാധിക്കും പുൾ മീ ആപ്പ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും പുൾ മീ ആപ്പ് എന്നുള്ള ഈ ഒരു പുൾ മീ ആപ്പ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഓരോ ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.